ഹായ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഓട്ടപ്പം ഉണ്ടാക്കണം നമ്മൾ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദയും കുറച്ച് അരിപ്പൊടിയും ഒരു കോഴിമുട്ടയും കൂടെ മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ചട്ടി നല്ലോണം ചൂടായി വന്നപ്പോൾ ചട്ടിയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഉണ്ണിയൊക്കെ ആകെ പോത്തുണ്ടാവും ആ വീട്ടിൽ. അപ്പോൾ പോത്തിനെ കാണാൻ പോയിട്ട് നടന്നു വരികയാണ് ഇവിടെ നിന്ന്. അവ ഉറങ്ങി എണിച്ചാണ് ഇപ്പോൾ. അപ്പോൾ കരഞ്ഞപ്പോൾ കൊണ്ടുപോയതാണ് അങ്ങോട്ട്. അപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുത്ത് കുഴപ്പമില്ലാണ്ട് കിട്ടി. ഗ്യാസുമ്മേൽ ഓട്ടപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടാറില്ല, ചട്ടിമ്മ പിടിച്ചിട്ടിരിക്കല. ഇന്നത്തെ കുഴപ്പമില്ലാണ്ട് കിട്ടി. അപ്പോൾ പിന്നെ അങ്ങനെ ഓരോന്ന് ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കിയെടുത്ത്. ചട്ടി നല്ലോണം ചൂടായതിൻ്റെ ശേഷമാണ് ഒഴിച്ചു കൊടുത്ത്. അതുകൊണ്ടാണ് തോന്നുന്നു വേഗം കിട്ടിയത് കുഴപ്പമില്ലാണ്ട്, അല്ലെങ്കിൽ ഒട്ടി പിടിച്ചിട്ടിരിക്കല്ല. അപ്പം അത് ഒഴിച്ചപ്പം തന്നെ മൂടണ്ട്. ആ ബബിള് കുറച്ചിങ്ങനെ വരുമ്പോൾ മൂടി കൊടുത്താൽ മതി. പിന്നെ അതിൽക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കുട്ടികൾ. അപ്പോൾ ഉള്ളിയൊക്കെ തൊലികൾ ഞരിഞ്ഞെടുത്ത്, ചെറിയ ഉള്ളിയായിരുന്നു, അതുകൊണ്ട് കുറേ തോന്നിക്കണം. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് തൊലികളയിലൊക്കെ കഴിഞ്ഞിട്ട് വാട്ടാൻ വേണ്ടിയിട്ട് ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ചീനച്ചട്ടിയിൽ ആദ്യം ഉള്ളി ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത്. ഉള്ളി പിന്നെ വേറെ പാത്രത്തേക്ക് അരിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റാൻ നിന്നില്ല. അപ്പോൾ അത് നേരെ ചീനച്ചട്ടിയിൽ തന്നെ ഇട്ട് കൊടുത്ത്. എന്നിട്ട് പിന്നെ എണ്ണ പിന്നെ ഒഴിച്ചു കൊടുക്കുക ചെയ്തത്. അപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്ത്. എന്നിട്ട് തക്കാളി അരിയാൻ വേണ്ടി നിന്ന് 4 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. തക്കാളി നീളത്തിന് അരിഞ്ഞു കൊടുക്കുക ചെയ്ത്. അല്ലെങ്കിൽ ഇങ്ങനെ കുനുകുന അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊന്നും കിട്ടില്ല. ഇങ്ങനെ അരിഞ്ഞെടുത്താൽ തോലൊക്കെ വേഗം വാടിയാൽ പറക്കിയെടുക്കാൻ പറ്റും. ഉള്ളി വാടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റ്. അത് ഞാൻ നോമ്പിൻ്റെ മുന്നേ അരച്ച് വെച്ചതായിരുന്നു, കഴിയാനായിരിക്കുന്നു. അപ്പം അത് കുറച്ച് ഇട്ട് കൊടുത്ത് 2 അല്ലി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയെടുത്ത്. അപ്പോൾ അത് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുത്ത്. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം ഒന്ന് വെന്തിട്ടി സോഫ്റ്റായിട്ട്. അപ്പോൾ എന്നിട്ട് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, 1 സ്പൂണുണ്ടാവും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്. അതുപോലെ തന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്. മുളകും പൊടി ഞാൻ ഇടലില്ല, എരിവുണ്ടാണ് കാരണം. പിന്നെ ചിക്കൻ മസാലയുടെ പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്ത്. പിന്നെ ഗരം മസാലയുടെ പൊടിയും അതുപോലെ ഇട്ട് കൊടുത്ത് കുറച്ച്. ഇതൊക്കെ കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുത്ത്. എന്നിട്ട് ഉള്ളി നല്ലോണം വാടിയിട്ട് ഇട്ടാ നല്ലോണം ഇതൊക്കെ കൂടെ നല്ല മിക്സ് ചെയ്തിട്ട് ആ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുത്ത്. ലാസ്റ്റിലാണ് ഉപ്പിടാൻ മറന്നുപോയി. ഞാൻ ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയെടുത്ത്. എന്നിട്ട് കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വാടലൊക്കെ കഴിഞ്ഞപ്പോൾ ഇത് ഇറക്കി വെച്ചിട്ട് ആ അടുപ്പത്ത് തന്നെ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ച്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് പിന്നെ തേങ്ങാപ്പാലെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടൊന്ന് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ ഒക്കെ ചിരവി ഈ റോസ്റ്റിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തേങ്ങ എടുത്തുള്ളത്. അപ്പോൾ തേങ്ങ ഒക്കെ ചിരവി വന്നിട്ട് ഒരു തേങ്ങ ഉണ്ടായിരുന്നു, 2ലും പകുതിയും പകുതിയായിരുന്നു. അപ്പോൾ ആ 2 തേങ്ങയും ചിരവി എടുത്തപ്പോൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാലെടുത്ത് ആ കട്ടിയുള്ള പാല് വെള്ളം ഒഴിക്കാണ്ടാണ് ചേർത്ത്. അത് എന്നിട്ട് പാല് നേരെ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത്.
നല്ല കുറുക്കനായിരുന്നു. അപ്പോൾ കുട്ടികൾ പറഞ്ഞ് കുറുക്കനെ വേണ്ട, കുറച്ച് കറി പോലെ ആയിക്കോട്ടെ. അപ്പോൾ അതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുത്ത്, എന്നിട്ട് പിന്നെ കുറച്ച് കറി പോലെ ആക്കി എടുത്തിട്ടോ. അപ്പോഴത്തേനും കോഴിമുട്ടൊക്കെ വെന്ത് ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോൾ പറഞ്ഞ് ബ്രെഡ് പൊരിച്ച് കൊടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 കോഴിമുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 കോഴിമുട്ട നല്ലോണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് പഞ്ചസാരയും ഒരു 3-4 ഏലക്കായും കൂടെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോയി. അത് നല്ലോണം പൊടിഞ്ഞു വന്നിട്ടാ. അതിലിട്ട് പൊടിച്ചാൽ വേഗം പൊടിയും. അപ്പോൾ അതൊക്കെ പൊടിച്ചെടുത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്ത്. നേരം കുറേ വൈകിണ്ടായിരുന്നു ഇട്ടെന്നല്ലേ. ഇതുണ്ടാക്കുമ്പോൾ 6 മണിയൊക്കെ ആവാനായിരിക്കണം. അപ്പോൾ അത് നല്ലോണം കലക്കിയെടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത കാരണം തോന്നുന്നു മുട്ടക്ക് ഇത് കലങ്ങാൻ കുറച്ച് ഇതായിരുന്നു ഉണ്ണിയൊക്കെ. അപ്പോൾ അതൊക്കെ ശരിയാക്കി എടുത്ത് എന്നിട്ട് പിന്നെ ബ്രെഡ് കട്ട് ചെയ്തിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഞാൻ ചട്ടിയിൽ. നെയ്യായിട്ടാണ് ഉണ്ടാക്കിയത്. അതൊക്കെ അടുത്തേക്ക് വെച്ചിട്ട് പിന്നെ ചട്ടി ചൂടായി വന്നപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് പിന്നെ ഓരോന്നോരോന്നായിട്ട് മുക്കിയിട്ട് പൊരിച്ചെടുത്ത്. അപ്പോൾ മോനപ്പുറത്തിരുന്നിട്ട് ചായ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചിട്ട് വേഗം ഓരോന്നോരോന്നായിട്ട് വേഗം എടുത്തിട്ട്. ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതുണ്ട് പൊരിച്ചെടുത്ത് വേഗം ഇടുമ്പോൾ ചട്ടി ചൂടായിട്ടില്ല തോന്നുന്നു. മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ തീ കൂട്ടി വെച്ചപ്പോൾ ശരിയായി. അപ്പോൾ ഓട്ടപ്പം അപ്പുറത്തെ ഗ്യാസിന് വേവുണ്ട്, അതിൻ്റെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഫ്രൂട്ട്സ് 1 ആപ്പിളും 1 ഓറഞ്ചും കുറച്ച് മുന്തിരിയും എടുത്ത്. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾ അധികം കഴിക്കണില്ല. പിന്നെ വെള്ളം കലക്കിയതൊന്നും വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1 ഓറഞ്ചും 1 ആപ്പിളും കുറച്ച് മുന്തിരിയും വെള്ളം കലക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,